ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ജനാർദ്ദനം കുഴിപ്പള്ളത്ത് പോയിട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചൊന്നുമില്ല. എപ്പോ വരുമെന്നും പറഞ്ഞില്ല. ഓ അതും പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ, എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പണിക്കാരുണ്ടല്ലോ, അവരോട് ഇങ്ങനെ ഒന്നും രണ്ടും അഭിപ്രായം പറഞ്ഞ് ലാസ്റ്റ് ചിലപ്പോൾ വഴക്കാവും. ഓ വഴക്കൊന്നും ഇടത്തില്ല. ജനാർദ്ദനെ നല്ല ലോകപരിചയവും ലോകവിവരവും ഒക്കെ ഉള്ള ആളാ. ஆமா குழிப்பழத்து அப்பாவுக்கு ரொம்ப மூலதான். അതെ അതെ അതെ, അത് ശരിക്കും എന്താ സംഭവം എന്നറിയാമോ, ചേട്ടനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കും. എന്നിട്ട് അതെല്ലാം വന്നിട്ട് സ്റ്റോർ ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ അടുത്ത് ഇറക്കും. ഈ മുറിവൈദ്യൻ എന്നൊക്കെ പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിനെ പറ്റി വലിയ ഞാനൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ട് അത് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. കുഴപ്പളത്തച്ഛൻ കുഴപ്പളത്തേക്ക് പോയി ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. அச்சோ பாரு, நீ விளையாட போயிருந்த பாரு, அதனால உங்ககிட்ட சொல்லாம போயிட்டாரு. ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ. ഇപ്പൊ എല്ലാവർക്കും കുഴപ്പളത്തച്ഛനെ മതി, കുഴപ്പളത്തമ്മ ആർക്കും വേണ്ട. അതെന്തൊരു വർത്താനം അമ്മേ, എനിക്ക് കുഴപ്പമുള്ള അമ്മയും വേണം. പക്ഷെ കുഴപ്പമുള്ള അച്ഛൻ ഭയങ്കര കോമഡിയാ. അച്ഛനെ എന്ത് പറഞ്ഞാലും നമുക്ക് ചിരിക്കാൻ തോന്നും, അല്ലേ അമ്മേ? അത് ശരിയാ മക്കളെ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരി പോലല്ലേ മറുപടി പറയുന്നത്. എങ്ങനെ പറ്റുന്നു സീത ഇങ്ങനെ മറുപടി പറയാൻ? ആ അതെന്തോ മിമിക്രി ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിമിക്രി ഒക്കെ അറിയാവോ? എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡോ? ഓ നമ്മളോടൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ കുഴപ്പളത്തച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഴപ്പമുള്ളതച്ഛനെ. നിന്നെ പോലെ തന്നെയാ ലച്ചുവിനും കുഴപ്പളത്തച്ഛനെയാ ഭയങ്കര ഇഷ്ടം. അമ്മേ, ഞാൻ അവിടെ കുരുത്തക്കേടിനൊന്നും കൂട്ടി നിൽക്കാറില്ല. അതുകൊണ്ട് അവക്ക് എന്നെ വലിയ കാര്യമില്ല. അച്ഛനെ എല്ലാത്തിനും കൂടെ നിൽക്കും. അതുകൊണ്ട് അച്ഛനെ ഭയങ്കര ജീവനാ. இங்க லெச்சுக்கும் அப்படிதான். அம்மாவும் லெச்சுவும் எப்பவுமே சண்டை போடுவாங்க. ஆனா லெச்சுக்கு அம்மானாலும் ரொம்ப உசுறு, அம்மாக்கு லெச்சுனாலும் உசுறு. இல்லம்மா? എന്നോടും അങ്ങനെ തന്നെയാ. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാ. എനിക്കോ ലച്ചുവിനെയാണെ ജീവനാ. ஐயோ, இங்க அம்மாக்கும் அப்படிதான். லெச்சுனா ரொம்ப 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 உசுறு. അമ്മയടുത്തുള്ള ഇഷ്ടം പോലെ അല്ലത്. ഇവര് തമ്മിൽ എപ്പോഴും ഭയങ്കര അടിയാ. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ വഴക്കുണ്ടാകുന്നവർ തമ്മിലല്ലേ ഭയങ്കര ഇഷ്ടം. ഒന്ന് പോടി കിടക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് തൊട്ടപ്പുറം മനോജ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. മനോജും ചേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കായി, വഴി പ്രശ്നം പറഞ്ഞിട്ടേ. എന്ന് വെച്ച് മനോജും ചേട്ടനും തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനൊന്നുമില്ല. ഇതങ്ങനല്ലമ്മേ, ഞാൻ പറഞ്ഞില്ലേ. എന്താണ് എല്ലാരും സംസാരം മാത്രമേ ഉള്ളൂ അല്ലേ, പണിയൊന്നും നടക്കുന്നില്ല. ആ ഇൻസ്പെക്ഷൻ ആള് വന്നു. അത് പിന്നെ നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ, അപ്പൊ യങ് ബ്ലഡ് വേണം വന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. പ്രായമായിന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ നല്ല ബോധമുണ്ട്. லெச்சு எனக்கு அவ்வளோக்கா പ്രായം എല്ലാം ആകല. പിന്നെ ആന്റി എനിക്ക് പ്രായമായ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും മനസ്സുകൊണ്ട് ഒരേ പ്രായക്കാരാ. ആ മക്കളെ, ഞാനൊരു കാര്യം മറന്നുപോയി. മക്കൾക്ക് ജ്യൂസ്. ജ്യൂസോ? കുടിക്കണേ. പിന്നെ ഞാൻ ജ്യൂസും കൊണ്ട് വന്നപ്പം നീ ഫോൺ എടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയി. അതാ തരാൻ പറ്റാ. ഞാൻ സിദ്ധുവിനെ വിളിക്കാൻ പോയതാ. അങ്ങനെയുണ്ട്, കൊള്ളാവോ? സീതാമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ എപ്പോഴും വഴക്ക, അതുപോലെ തന്നെ സ്നേഹമുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ, എനിക്ക് വഴക്കൂടാനും സ്നേഹിക്കാനൊക്കെ എന്റെ അമ്മൂമ്മയല്ലേ ഉള്ളൂ, അല്ല അമ്മൂമ്മ? പിന്നല്ലാതെ വേറെ ആരാ? പിന്നല്ല. ജ്യൂസ് കുറച്ച് വേണോ? എന്റെ മക്കള് കുടിച്ചോ? കുറച്ച് കുടിക്കേ, ഒരു സിപ്പെടുത്തോ. ഞാൻ അപ്പുറത്തുണ്ടാവേ. ശരി.
നീ എന്റെ കുട്ടനല്ലേ? മോളെ സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നില്ല. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, മക്കളുടെ മുടിയൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞേ. ദേ, ഈ മുടിയൊക്കെ കണ്ടോ വെച്ചേക്കുന്നത്? ഞാൻ അയച്ചുതരാം. ഇല്ല, ഞാൻ അഴിച്ചോളാം, പതുക്കെ അഴിക്കോളൂ അമ്മ. ഓ ഓ, നല്ല മുടിയൊക്കെയാ, പക്ഷെ നോക്കിയേ ഫുള്ള് ചെടയൊക്കെ പിടിച്ച്. അല്ല, ഇതിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ചീപ്പൊക്കെ എടുത്തോണ്ട് വന്ന് ചീവാനൊക്കെ? നിന്റെ കാര്യം ഞാനല്ലാതെ ഈ വീട്ടിൽ ആര് നോക്കാനാ? മക്കളോ നോക്കുന്നില്ല, അപ്പൊ ഞാനേലും നോക്കണ്ടേ മോന്റെ കാര്യം? അയ്യോ, ഞാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ദേ കളറൊക്കെ അടിച്ച് വെച്ചേക്കുന്ന. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, ദൊറോത്തി മദാമ പോലെ ഉണ്ട്. അമ്മ ഇല്ല, ദൊറോത്തി മദാമ നല്ല ആളാ. അതെ, പ്രേതം വളരെ നല്ല ആളാ. ഏതായിരുന്നു അവര്? എന്തൊക്കെയാന്ന് പറഞ്ഞാലും മോളുടെ മുടിയുണ്ടല്ലോ, പനങ്കല പോലെ നമുക്കൊന്ന് വളർത്തിയെടുക്കണം. അയ്യോ, അതെനിക്ക് ഇഷ്ടമല്ല. അതെന്താ ഇഷ്ടമല്ലാത്ത? എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടം. ഷോർട്ട് എന്നാ ഇത് തന്നെ മതി. മോക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക് മോളോട് ഇഷ്ടം കുറഞ്ഞു പോയി എന്ന് വല്ലോ? ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അല്ലേ? നീ കൂടി തുണ്ടുമല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്റെ ഭാഗ്യവാ നിന്നെപ്പോലൊരു മരുമോളെ കിട്ടിയത്. അയ്യോ, മരുമോളായിട്ടല്ല കേട്ടോ, മോളായിട്ടാന്നില്ല ഞാൻ കാണുന്നത്. അതമ്മ പറയണം എന്നില്ല, എനിക്കറിയാം. എന്തിനാ തിരക്കിലാണല്ലേ ചേച്ചി? ആഴ്ചയിൽ തിരക്കാ, കണ്ടുകൂടി. മോളുടെ മുടി ചീവി കൊടുത്തോണ്ടിരിക്ക. ശുശ്രൂഷിപ്പ്, കേശ ശുശ്രൂഷിപ്പ്. സംഭവം വേറൊന്നുമല്ല, ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ പറയണോന്ന്. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ, അപ്പൊ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അല്ല, ഇത് ഞാൻ മുടിയൊക്കെ എല്ലാം കെട്ടി വെച്ചിട്ട് പോവാം. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കഴുകിട്ട തുണി എടുക്കണോന്നേ? അതെ, അത് ഞാൻ മറന്നുപോയതാ. എന്താ പറയുമ്പോഴും മറന്നുപോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്നാ ഞാൻ ഓർത്തില്ല, അങ്ങനെ പറയാം. എന്തുവാ ഭവാനിക്ക് ഇത്ര ചൂട്? ചോനറത്തല്ല ഭവാനി, പ്രായമൊക്കെ ആയി, ഇത്ര ചൂടൊന്നും പാടില്ല. വല്ല BP ഒക്കെ ഷൂട്ട് ചെയ്താലേ ഞാൻ തന്നെ പെറുക്കിക്കൊണ്ട് പോവാൻ വേണം. ഒരെണ്ണം ഞാനങ്ങ് വെച്ചേരും കേട്ടാ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഭവാനിക്കുട്ടീനെ തല്ലും തല്ലും. പിന്നെ ഞാൻ മറന്നു പോയാലും എന്റെ ഭവാനിക്കുട്ടി ഇതെല്ലാം മോത്തി ചെയ്യത്തില്ലേ? ശുന്തിരി മണിയാണ് എന്റെ. അതൊക്കെ അറിയാല്ലേ? പിന്നെ അറിയാണ്ട്. എന്നാലേ ഞാൻ കേശുവിനൂടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും. ഇനിയും ലേറ്റ് ആയ അവൻ എന്നെ തേക്കും, അതുകൊണ്ടാ. പോട്ടേ, സൂക്ഷിച്ചു പോണേ. പാടാ. ഓ വാ. പിള്ളേര് പോയിട്ട് എത്ര നേരമായി? പിള്ളേര് എവിടെ പോയി കിടക്കണം? എന്തോ നോക്കുന്നേ? ഇല്ല, കേശു ലച്ചും കടയിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അവരെ നോക്കി നിൽക്കുവാണെങ്കിലേ അമ്മ ഇങ്ങനെ ഇവിടെ നിക്കത്തേ ഉള്ളൂ. അതെന്താ അങ്ങനെ? അവര് വരുന്ന എപ്പോഴാന്ന് നമുക്ക് പറയാൻ പോലും പറ്റും. അമ്മേ, ദേ അവര് വരുന്നുണ്ടല്ലോ. എന്താ ലേറ്റായേ? അയ്യേ എന്റെ പൊന്ന സീതാമ്മോ, ഇത് ഇറങ്ങണ്ട ഒരു കടയിൽ കയറി കഴിഞ്ഞ 1/2 മണിക്കൂറാണ്. ഞാനാ എന്റെ അമ്മ ഇവനൊരു ഷർട്ട് എടുക്കാൻ കയറിയിട്ടുണ്ടല്ലോ, 5 കടയിൽ കയറി ഇറങ്ങി. എന്നാ ഒരെണ്ണെങ്കിലും എടുക്കണ്ടേ? അതില്ല. അതിപ്പോ നമ്മുടെ മനസ്സിൽ പിടിച്ച ഡ്രസ്സ് കിട്ടണ്ടേ? എന്നിട്ട് ആവശ്യമുള്ളൊക്കെ വാങ്ങിയോ? അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് മക്കളെല്ലാം കഴിച്ചായിരുന്നോ? നല്ല ചൂട് മുട്ട പപ്സ് കഴിച്ചു, അതും 2 എണ്ണം. ഇത്രയും നേരം ഈ തെണ്ട് കിടന്നിട്ട് ആകെ ഈ 2 പപ്സാണോ മക്കള് കഴിച്ചത്? അവിടെ നിൽക്കേട്ടോ, ഇപ്പൊ ഞാൻ വരും, സാധനം കൊണ്ട് ഇപ്പൊ വരും. അതെല്ലാം വിട് ചേച്ചി, എനിക്ക് എന്തായാലും മേടിച്ച. നിനക്കെന്തോന്ന് മേടിക്കാൻ? നല്ല ചൂടുള്ള മുട്ട പപ്സ്. അടുത്ത തവണ ചേച്ചി മേടിച്ച്. മക്കളെങ്കിൽ വന്നേ.
ഇങ്ങോട്ടിരുന്നേ. എന്നിട്ട് ജ്യൂസ് അങ്ങ് കുടിച്ചേ. അയ്യോ അമ്മ, സംഭവം എന്താന്ന് വെച്ചാലേ എന്റെ വയറ് ഓൾറെഡി ഫുള്ളാണ്. ഞാൻ ആ പപ്സ് കഴിക്കുന്നതിനൊപ്പം ഒരു ജ്യൂസും കൂടെ കുടിച്ചായിരുന്നു. പക്ഷെ ഇത് വേറെ നല്ല ജ്യൂസാ, അമ്മ ഉണ്ടാക്കിയ ജ്യൂസാ. അത് മനസ്സിലായി, പക്ഷെ എനിക്ക് ഇപ്പൊ കുടിക്കാൻ തോന്നുന്നില്ല. വയറ് ഓൾറെഡി ഫുള്ളാണ്, അതുകൊണ്ടാ. മോള് ഒരു ഗ്ലാസ് കുടിച്ചാ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചാ മതിയോ? അല്ല, ഇച്ചിരി കുടിച്ചു. ഇപ്പൊ അമ്മമ്മേ, കട്ടൻ ചായ റെഡിയാണോ? നമുക്ക് വേണോ? അല്ല, ഞാൻ കനകാന്റിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി തലവേദന എടുക്കുന്നുണ്ടായിരുന്നേ. അയ്യോ, എന്നാ മക്കളിത് കുടിച്ചോ. അപ്പൊ അമ്മമ്മയ്ക്ക് വേണ്ട? ഇല്ല, മക്കള് കുടിക്കേ. ഞാൻ കുടിച്ചോട്ടെ? കുടിച്ചോ. താങ്ക് യു. അല്ല, അത് ഞാൻ കുറച്ച് കണ്ട് ഞാൻ കുടിച്ചോളാം. അല്ല, തലവേദന ഉണ്ടെന്ന് എന്നോട് എന്താ പറയണ്ടിരുന്ന വിളിച്ച്? അല്ല, അങ്ങനെയല്ല. സീതമ്മ ഇങ്ങോട്ട്. ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു, എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങ് പോകും. അല്ലല്ലേ, ഇല്ല ചേച്ചി കുഴപ്പമില്ല. ചേച്ചി കട്ടൻ ചായയാണ് ചേച്ചിക്ക് നല്ലത് അല്ലേ? അത് മാത്രമല്ല അവിടെ അണ്ടാവിനാണ് ജ്യൂസ് അടിച്ച് ചേച്ചി. അതെ, ഞാൻ കുറെ കുടിച്ചായിരുന്നു. ആ കൊള്ളാം. മക്കളെ, നിനക്ക് ചായ എടുക്കട്ടെ? പിന്നെ ബൈഡ്. അമ്മമ്മേ, അമ്മമ്മയും ചായ കുടിക്കണേ. അമ്മമ്മയുടെ ചായ ഞാൻ എടുത്തേ. ഓ, കുടിച്ചോളാം. അമ്മമ്മ എനിക്കൊരു കട്ടൻ ചായ. എടുത്തു തരാം, ബാ. കട്ടൻ വേണോ? വേണ്ട, അമ്മൂമ്മ കുടിക്കുന്നുണ്ടല്ലോ. അമ്മ ഓക്കെ അല്ലേ? ആ പിന്നെ പിന്നെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കണേ? അറിയത്തില്ല. ഓക്കെ ഞാൻ എന്നാ ഗ്ലാസ്സിൽ വന്നേരെ, ഞാൻ കൊണ്ടുവച്ചോളാം. എന്നോട് കട്ടൻ ചായ വേണോന്ന് ചോദിച്ചിട്ട്. ചേച്ചി എന്ത്? നോക്കി നോക്കി വന്ന്. അല്ല, ഉമ്മ സാധാരണ ഇങ്ങനെയല്ല. എങ്ങനെയല്ലേ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ? ആ, അതാ മനസ്സിലാവാത്ത. ഇതെല്ലാം തേച്ച് വെക്കാം, അപ്പം മനസ്സിലാവും അവളോട് എനിക്കുള്ള സ്നേഹം. വിട്ടും എന്തിനാ ലച്ചിന്റെ ഡ്രസ് തയ്ക്കണ? പിന്നെ ഞാനല്ല, പിന്നെ ഈ ഡ്രസ്സൊക്കെ അവളുടെ ആര് തേക്കാനാ ഇവിടെ? അതേ, എന്തായാലും സീതാമ്മ തേക്കൂല്ലേ? എന്റെ ഒരു ഷർട്ടുകളുണ്ട്, കൊണ്ടുവന്നാ തേക്കൂ. കൊണ്ടുവരുന്നു. അമ്മത് എന്ത് ചെയ്യണ്? മക്കളുടെ ഡ്രസ്സ് തേക്കുന്നു. അയ്യോ, അത് കുഴപ്പമില്ല, അത് ഞാൻ പിന്നെ ചെയ്തോളാം. അയ്യോ, അതെന്താ ഞാൻ ചെയ്ത കുഴപ്പം? അല്ല, വേണ്ട, ഞാൻ ചെയ്തോളാം. അമ്മ വിട്ടേക്ക്. ഞാൻ ചെയ്യാൻ മോനെ, ഇങ്ങോട്ട് തന്നെ. വേണ്ട, അമ്മ എന്തിനു വെറുതെ ബുദ്ധിമുട്ട്? എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലേ. ഇനി വെച്ചേ, കണ്ടോ, അത് മുഴുവൻ ചുളുങ്ങി. ഞാൻ തേച്ച് തീർന്നതായിരുന്നു. അല്ല, അത് കുഴപ്പമില്ല അമ്മ, ഞാൻ ചെയ്തോളാം. എന്താ മോനെ ഇതൊക്കെ? എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. സീതാമ്മോയ്, ഓ ക്യാച്ച്. അതിന് നിന്റെ ഡ്രസ് തയ്ക്കാനാ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അമ്മ വിട്ടേക്കമ്മ, ഞാൻ ചെയ്തോളാം. ഇത് എന്താ മക്കളെ ഇത്? ഇല്ല, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഇതെന്താ അവന്റെ ഷർട്ടൂടെ എന്നോട് തേക്കുന്നോണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ട്? അത് കുഴപ്പമില്ല, അവന്റെ ഷർട്ട് അവൻ തേച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ തേച്ചു കൊടുത്തോളാം. എന്താ ഞാൻ തേക്കുന്ന ഇഷ്ടമല്ലേ? സീതാമ്മയ്ക്ക് വിഷം വായിച്ചു. കേശോ, മക്കളെ, വേണ്ട. മക്കളെ, തലവേദന പറഞ്ഞായിരുന്നോ? ഇതുണ്ട്, ബാമുണ്ട്, തേക്കിച്ചിരി. അമ്മൂമ്മ തേച്ചു തരാം. അല്ല, തലവേദന ഇപ്പൊ മാറിയില്ലായിരുന്നോ? തലവേദന കുറഞ്ഞായിരുന്നു, പക്ഷെ അമ്മൂമ്മ ഇപ്പൊ ബാമം കൊണ്ട് വന്നപ്പോഴാണ് തലവേദനയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നേ. അയ്യോ, എന്റെ കയ്യിലേ വേറൊരു നല്ല ബാമുണ്ട്, അത് തേച്ച് കഴിഞ്ഞാൽ വേഗം തലവേദന മാറാം. അമ്മ എടുത്തിട്ട് വരാം. ഇല്ല, അത് കുഴപ്പമില്ല, അമ്മൂമ്മ ഇപ്പൊ ഇതും കൊണ്ട് വന്നാൽ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് അയൺ ചെയ്തതായിരുന്നു. ആ, അത് കുഴപ്പമില്ല, ഞാൻ എടുത്ത് വെച്ചോളാം. ഞാനൊന്ന് അച്ഛനെ ഫോൺ വിളിക്കട്ടെ. മക്കളെ, തലവേദന ഉണ്ടെങ്കിൽ പറയണേ. ആ, ഞാൻ പറയാം. കുഴിപ്പുറത്ത് അമ്മയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായേ. എന്തോ? അമ്മയുടെ മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ട്, എന്റെ അടുത്തുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞോന്ന്.
അതുകൊണ്ടാണ് ഈ തേപ്പും ജ്യൂസ് തരലും മുടി അഴിച്ചു കെട്ടലും മുടി ചീവിക്കലും എല്ലാം. നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യണ്ടേ അപ്പോ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ വേണ്ടേ? തലവേദനയുടെ ബാം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് എന്റെ സ്നേഹം അവൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ. അയ്യോ എന്തോ ലച്ചു ചേച്ചി ഇത് ഇത്രയും വയ്യാതിരുന്നിട്ട് പറയണ്ടേ? അയ്യോ അയ്യോ ചേച്ചി ചേച്ചി അയ്യോ എന്താ പറ്റി? മുട്ടി പൂന്തല. എന്താ അയ്യോ എന്താ? അയ്യോ എന്ത് പറ്റി? തലവേദന. തലവേദന മാറിയില്ലേ? അതാ മൈഗ്രെയിൻ്റെ അത് കുറഞ്ഞു വിടും, കുഴപ്പമില്ല. അങ്ങനൊന്നുമല്ല എന്റെ അടുത്ത് പറഞ്ഞത് തല വെട്ടിപ്പൊളക്കുവാന്നല്ലേ ചേച്ചി? മോനെ ഹോസ്പിറ്റലിൽ പോണോ? അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ടാബ്ലറ്റ് എന്തെങ്കിലും? അമ്മൂമ്മയുടെ ഉള്ളപ്പോ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് ഒക്കെ. അമ്മൂമ്മ അനാന്റെ എന്താടാ? ലച്ചേച്ചിക്ക് ഭയങ്കര വെട്ടിപ്പൊളക്കണ തലവേദന. தலைவலின்னு சொன்னப்பவே நினைச்சேனா பெரிய தலைவலியா இருக்கும்னு. എന്താ തലവേദന അതാ മൈഗ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, അതാണ്. കണ്ട അയ്യോ പാവം കേട്ടോ. അയ്യോ നിങ്ങളൊക്കെ എന്തായാലും ഇവിടെ? നീയല്ലേ വരാൻ പറഞ്ഞേ? അത് തന്നെ ചേട്ടനെ വിളിച്ചോണ്ടല്ലേ ഞങ്ങള് വന്നേ. ആ അത് ഞാൻ ലച്ചു ചേച്ചിക്ക് വയ്യാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഒരു കാര്യം ചെയ്യ പൊക്കോ 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 പൊക്കോ. അമ്മൂമ്മ ഇതെവിടെ പോണു? അല്ല നീയല്ലേ പറഞ്ഞ് ഇറങ്ങി പോവാന്? ചേടാ അമ്മൂമ്മ ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാല് ബാക്കി എല്ലാരും ഇറങ്ങി പൊക്കോട്ടെ, ചേച്ചിക്ക് കുറച്ച് കാറ്റും പിടിച്ചോ കിട്ടിക്കോട്ടെ. പക്ഷെ അമ്മൂമ്മ ഇവിടെ നിക്കുക, എന്നിട്ട് ലച്ചു ചേച്ചിയെ നോക്കുക. എടാ ഞാനിവിടെ വന്നിട്ട് എന്തോ ചെയ്യാനാ? ഞാനെന്തോ ഡോക്ടറാണോ? ഞാൻ ഗുളിക എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇല്ലല്ലോ. അമ്മൂമ്മയുടെ കയ്യില് എങ്ങനെ പോയാലും അത്യാവശ്യം കുറച്ച് ഒറ്റമൂലികളൊക്കെ കാണുമല്ലോ, അതിലൊന്നെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്ക്. എടാ എന്റെ കയ്യിലുള്ള ഒറ്റമൂലിയാ ഞാൻ തലവേദനയ്ക്ക് പെരട്ടാൻ കൊടുത്ത ബാമ്. അത്രേ ഉള്ളൂ? ആ ബാമു വേണ്ട, അമ്മൂമ്മ കൊണ്ട് വന്ന് ഇരുന്നേ കൊണ്ട് ഇരുന്നേ. ആ അമ്മൂമ്മ അടുത്തിരുന്ന് ലച്ചേച്ചിയുടെ തല പതുക്കെ തടവി അങ്ങ് കൊടുത്താൽ മതി. ലച്ചേച്ചിയുടെ തലവേദന പമ്പോടാകും. ഞാനിവിടെ തടവി കൊടുക്കാം. അയ്യോ രണ്ടുപേരോട് ഒരുമിച്ച് തടവി കഴിഞ്ഞാൽ തല പൊട്ടി പോയില്ലേ? ഒരു കാര്യം ചെയ്താമ്മ പുറത്ത് നിന്നേ, അമ്മൂമ്മ തടവിട്ട്. ഞാനേ കുറച്ചേരം എന്നാ മോളുടെ ഇവിടെ ഇരുന്നോട്ടെ. ലച്ചേച്ചി ചെയ്താമ്മ കൂട്ടിരിക്കണോ? വേണമെന്നില്ല, അമ്മമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അമ്മ. അതെ, കടുപ്പത്തിൽ ഇച്ചിരി ചായയും കുറിക്കാൻ കുറച്ച് മിച്ചറും കിട്ടും. തലവേദനയായിട്ടോ? തലവേദന ഇപ്പൊ കുറവുണ്ടല്ലോ. കൈപുണ്യം. കൈപ്പുണ്യോ? അമ്മൂമ്മ ഇപ്പൊ തടവി കൊടുത്തല്ലോ, അപ്പൊ മാറി. അതാണ് ചോനറത്തല ഭവാനിയുടെ കൈപ്പുണ്യം. ഞാൻ പാമ്പ് പുരട്ടി കൊടുത്താൽ എന്താ കുഴപ്പം? നമ്മമ്മ ഡോക്ടറൊന്നും അല്ലല്ലോ. അമ്മൂമ്മ പുരട്ടി കൊടുത്ത ഉടനെ തലവേദന മാറി. അമ്മ എവിടെ ഇരിക്കുവായിരുന്നു? എന്റെ തലവേദന മാറിയോ? തലവേദനയൊക്കെ കുഴപ്പമില്ല, കുറവുണ്ട്. അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലോ. അമ്മൂമ്മ ഡോക്ടറാ? നമ്മള് തല തിരുമ്മി തന്നാലൊന്നും തലവേദന നിന്റെ മാറത്തില്ലല്ലോ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. അമ്മ കരയുമായിരുന്നോ? അല്ല, വെറുതെ എന്തിനാ അമ്മ എന്റെ അടുത്ത് കള്ളം പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മേനെ? ഞാൻ കുഴിപ്പുളത്തേക്ക് പോവാ തിരിച്ചു. കുഴിപ്പുറത്തേക്ക് പോവാനാ? അതിന് ഇവിടെ നിന്നിട്ട് അമ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഇല്ല, ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഞാൻ കുഴിപ്പുളത്ത് പോവാ. ആവശ്യതൊക്കെ പറഞ്ഞു അമ്മായിയമ്മയെ ഞാൻ നോക്കൂല, ടൊറങ്ങൾ തരും. ഇനി മരുമോടെ കഴിഞ്ഞൂടെ കിട്ടാത്തതിന്റെ കുറവേ എനിക്കുള്ളൂ. അത് ശരി. ഇപ്പൊ ഞാൻ മരുമോള്, നേരത്തെ ഞാൻ മോളാണെന്നല്ലേ പറഞ്ഞു? അവനൊരു വിചാരം നിനക്കില്ലല്ലോ, എനിക്കല്ലേ ഉള്ളൂ നീ മോള്. നീ എന്നെ എപ്പോഴും അമ്മായിമ്മയായിട്ടല്ലേ കാണുന്നത്. അതിനിങ്ങനെ കരയണേ എന്തിനാ?
ഞാനൊരു കാര്യം പറയട്ടെ, അതെന്നൊക്കെ വീട്. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും എനിക്ക് അമ്മയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. അമ്മമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കുറവാണ് അമ്മ എന്നെ സ്നേഹിക്കുന്നത് എന്നൊരു ചിന്ത അമ്മയ്ക്ക് വന്നില്ലേ? അതുകൊണ്ടല്ലേ ഈ കിടന്ന് കാണിച്ചത് മൊത്തം. എന്തൊക്കെയായിരുന്നു? എനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തരുന്നു, എനിക്ക് ബാം കൊണ്ടുവന്ന് തരുന്നു, എന്നെ മുടി കെട്ടി തരുന്നു, എന്നെ ആവശ്യമില്ലാതെ കൂടുതലായിട്ട് അങ്ങ് സ്നേഹിക്കുന്നു. അമ്മയുടെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. അതിനെങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല, എനിക്ക് നല്ലോണം അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മനസ്സിലാവാതെ അമ്മ ഇങ്ങനെ കരയുമ്പോ തന്നെ എനിക്ക് സങ്കടാവുകയാണ്. കരയല്ലേ? ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇല്ലാണ്ട് അവിടെ വെച്ചിട്ട് നീ എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞില്ലല്ലോ. അമ്മമ്മയോട് പോയി ചായ കുടിക്കാനല്ലേ പറഞ്ഞു. അമ്മ ഇത്രയൊക്കെ കിടന്ന് കാണിച്ചപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ കാരണം എന്ന്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലോ ഓരോന്നൊക്കെ പറഞ്ഞു. ആ അമ്മയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ടാണ് നേരത്തെ മുറിയിലിരുന്ന് തലവേദനയൊക്കെ അഭിനയിച്ചത് ഞാനും കേശും കൂടെ. ആ അപ്പൊ നിനക്ക് തലവേദന ഇല്ലായിരുന്നോ? തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നേരത്തെ ഞാൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അപ്പൊ ഇത് പറ്റിച്ചതാണോ നീ? ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി. ഞാൻ നമ്മുടെ സ്നേഹം അറിയാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ അവനെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാതെ കുഴപ്പത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു, അറിയാവോ? ഇച്ചിരി പോന്ന ചെറിയ കാര്യത്തിലാണ് കുഴപ്പത്തേക്ക് ഓടി പോകുന്നത്. നിന്റെ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ പോലെ പറ, ചുങ്കുറുവല്ലേ പറ. അമ്മയുടെ സങ്കടം അല്ലേ? ഞാൻ ചുമ്മാ തമാശ കാണിച്ചതാണ് കേട്ടോ. പിന്നെ ശരിക്കും ഇഷ്ടല്ലേ? പിന്നെ എനിക്ക് ഇഷ്ടല്ലാണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല.